സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാഴ്സലോണയുടെ പരിശീലകനായി നിയമിതനായ സാവി ഹെർണാണ്ടസ് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. ജനുവരിയിലെ വിന്റർ ട്രാൻസ്ഫർ ജാലകത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റഹീം സ്റ്റെർലിങ്ങിനെ ടീമിൽ എത്തിക്കാനായിരുന്നു സാവി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ജാക്ക് ഗ്രീലിഷ് വന്നതോടെ അവസരം കുറഞ്ഞ സ്റ്റെർലിങ്ങും സിറ്റി വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഖത്തർ ലോകകപ്പിനുള്ള ഇംഗ്ലണ്ട് ടീമിൽ സ്ഥാനം ഉറപ്പാക്കാൻ കൂടുതൽ അവസരം കിട്ടുന്ന ക്ലബിലേക്ക് മാറുക എന്നതാണ് സ്റ്റെർലിങ്ങിന്റെ ലക്ഷ്യം. വിംഗറായ സ്റ്റെർലിങ്ങിന്റെ സാന്നിധ്യം ബാഴ്സ മുന്നേറ്റത്തിന് വൈവിധ്യം നൽകുമെന്ന് സാവിയും പ്രതീക്ഷിച്ചു. എന്നാൽ സ്റ്റെർലിങ്ങിനെ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി മാനേജ്മെന്റ്. പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തുന്നതിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ ശക്തമായ ടീം വേണമെന്നും അതുകൊണ്ട് തന്നെ ഒരു താരത്തെയും ആർക്കും വിട്ടു നൽകില്ലെന്നും മാഞ്ചസ്റ്റർ സിറ്റി ടീം മാനേജ്മെന്റ് വ്യക്തമാക്കി. ഇതോടെ സാവി മറ്റൊരു വിംഗർക്കായി ശ്രമം തുടങ്ങിയെന്ന് ഇംഗ്ലീഷ് മാധ്യമം മിററും സ്പാനിഷ് മാധ്യമം മാർക്കയും റിപ്പോർട്ട് ചെയ്യുന്നു. ചെൽസിയുടെ ക്രിസ്റ്റ്യൻ പുലിസിച്ചിനെയാണ് സാവി ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. തോമസ് ടുഷലിന് കീഴിൽ അവസരം കുറഞ്ഞതോടെ പുലിസിച്ച് ചെൽസിയിൽ അതൃപ്തനാണെന്ന് സ്പാനിഷ് മാധ്യമം സ്പോർട്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡാനി ആൽവസ് തിരിച്ചെത്തിയതോടെ വലത് വിംഗ് ബാക്കായ സെർജിനോ ഡെസ്റ്റിനെ ചെൽസിക്ക് നൽകി പകരം വിംഗറായ പുലിസിച്ചിനെ സ്വന്തമാക്കുകയാണ് ബാഴ്സയുടെ പദ്ധതി. ഇതോടൊപ്പം ചെൽസിയുടെ തന്നെ ഹാക്കിം സിയച്ച്, കലം ഹഡ്സൺ ഒഡോയ് എന്നിവരും ബാഴ്സലോണയുടെ പരിഗണനയിൽ ഉള്ള താരങ്ങളാണെന്ന് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. ഇതേസമയം ജനുവരിയിൽ പ്രതീക്ഷിച്ച രീതിയിൽ ബാഴ്സലോണയ്ക്ക് പണം മുടക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യുവതാരങ്ങളായ അൻസു ഫാറ്റി, പെഡ്രി എന്നിവരുമായി കരാർ പുതുക്കിയതോടെയാണ് ബാഴ്സലോണ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.